വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാത നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യും. മലബാറിന്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലായി മാറുന്നതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കോഴിക്കോട് വയനാട് മലയോര മേഖലയിലെ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനമാണിന്ന്. വയനാട്ടിലേക്ക് ചുരമില്ലാതെ മറ്റൊരു പാത. നിർമ്മാണ ഉദ്ഘാടനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സ്വപ്നം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ഉദ്ഘാടനമായി കാണാനല്ല, മറിച്ച് ഇതൊരു ഉത്സവമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഉദ്ഘാടനം മാത്രമല്ല, ഇത് നാടിന്റെ ഉത്സവമെന്ന് മലയോര ജനത. കുറേയധികം വർഷങ്ങളായി ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു മലയോര മേഖലയുടെ ഏറ്റവും വലിയൊരു നാഴികക്കല്ല് തന്നെയാണ് ഈ തുരങ്കപാത വന്നാൽ. സന്തോഷപ്രദമായി ഞങ്ങൾക്ക് എങ്ങനെ പറയണമെന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് അറിയത്തില്ല. ഇത് സഫലമായാൽ എല്ലാ യാത്രക്കാർക്കും ഇവിടെയുള്ള വലിയ വലിയ വാഹനങ്ങളും ഈ ടണൽ വഴി വന്ന് പോകുന്നതാണ്. അതിൽ ഞങ്ങൾ വളരെയേറെ ഹാപ്പിയാണ്. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ, OR കേളു, കോഴിക്കോട് വയനാട് ജില്ലകളിലെ മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. ആകെ 8.73 കിലോമീറ്ററാണ് തുരങ്കപാതയുടെ നീളം. പാതയിൽ ഇരട്ട തുരങ്കങ്ങളാണുള്ളത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഇരട്ട തുരങ്കപാതയായി മാറും. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കും മണ്ണിടിച്ചിലും ആശങ്കയാകുമ്പോൾ തുരങ്കപാത നിർമ്മാണം പ്രതീക്ഷ നൽകുന്നതാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.